ഈ എ പത്മകുമാർ പുറമെ അന്നത്തെ ദേവസ്വം ഭാരവാഹികളായിരുന്ന മറ്റാർക്കെങ്കിലും ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. രണ്ടാമത്തെ കാര്യമാകട്ടെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ നടത്തിയിട്ടുള്ള ചില ഇടപാടുകൾ, അതിൽ പണമിടപാടടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യൽ വേളയിൽ എ പത്മകുമാറിന് ഈ വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു എന്ന തരത്തിലേക്കുള്ള ചില സൂചനകൾ, ചില മൊഴികൾ നൽകിയിരുന്നു. അതിനുശേഷം അറസ്റ്റിലായിട്ടുള്ള മുരാരി ബാബു, KS ബൈജു, അതേപോലെ തന്നെ N വാസു, ഇവർ മൂന്നുപേരും പത്മകുമാറിനെതിരെ ചില വിവരങ്ങൾ മൊഴിയായി നൽകി. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമുള്ള ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ CPM-ന് തലവേദന ഉണ്ടാക്കുന്ന ഒരു അറസ്റ്റിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. മാത്രവുമല്ല, എ പത്മകുമാറിന് അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും പേരുകളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ചോദ്യവും എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും മുൻപുയർന്നു കേട്ട പേരുകളിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ സർക്കാരിന് കൂടുതൽ കൂടുതൽ തലവേദന ഉണ്ടാക്കും. എത്ര ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരെയും സംരക്ഷിക്കില്ല എന്ന നിലപാടെടുക്കുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അറസ്റ്റ്, ഇതിനെ ഒരു പൊളിറ്റിക്കൽ അറസ്റ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം N വാസു 2019 ജൂലൈ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ ഒരു ഉദ്യോഗസ്ഥലത്തിലെ അറസ്റ്റായി മാത്രമാണ് പുറത്തേക്ക് വിശദീകരിച്ചിരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ അറസ്റ്റിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു SIT എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യം. രാവിലെ 10:20 എ പത്മകുമാർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നു. 2 തവണത്തെ നോട്ടീസ് റിജക്ട് ചെയ്ത് 3-ാം തവണ 12 മണിക്ക് സമയപരിധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് പത്മകുമാർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത്. പോലീസ് ആസ്ഥാനത്ത് ഈ SIT-യുടെ മേൽനോട്ട ചുമതലയുള്ള ADGP, ലോ ആൻഡ് ഓർഡർ ADGP H വെങ്കടേഷ്, അതേപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരൻ, അതേപോലെ ഈ ബിജോയ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്. അതായത് എ പത്മകുമാറിനെ ചോദ്യം ചെയ്ത് വീഡിയോ റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങൾ അത് പകർത്തിയിരുന്നു. അതിനുശേഷം അറസ്റ്റിലേക്ക് കടക്കാനുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നതിൽ ഒന്ന് സാമ്പത്തിക ഇടപാടുകൾ, 2 ദുരൂഹത, 3-ാമത്തെ കാര്യം മിനിറ്റ്സ് ഉൾപ്പെടെ തയ്യാറാക്കി അയക്കുന്നതിൽ ദേവസ്വം ബോർഡ്, അന്നത്തെ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറുന്നതിൽ രേഖകൾ തയ്യാറാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. വളരെ നിർണായകമായ SIT-യുടെ നീക്കം എന്നുകൂടി നമുക്ക് ഇതിനെ കരുതാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.